ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നവരാകുവാൻ ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിവാദമെന്ന കൂദാശയിലൂടെ ദമ്പതിമാരെ കടപ്പെടുത്തിയിരിക്കുന്നു. ഈശോയുടെ മണവാളത്വം ഏറ്റുവാങ്ങുന്ന ക്രിസ്തീയ ദമ്പതിമാരുടെ അതിപ്രധാനമായ ഉത്തരവാദിത്വം കുരിശിൽ മുഴങ്ങിയ ഈ മധ്യസ്ഥ പ്രാർത്ഥന, ക്ഷമിക്കുന്ന പ്രാർത്ഥന, മനുഷ്യനോട് കരുണയായിരിക്കണമേ എന്ന നിലവിളി പ്രാർത്ഥന ഏറ്റുചൊല്ലുവാൻ, അതിന്റെ വിവിധ ശബ്ദങ്ങളായി കുടുംബത്തിൽ മുഴങ്ങുവാൻ, ഒരു നാവിൽ നിന്ന് ഉയരുന്ന ഈ പ്രാർത്ഥന 1000 നാവുകളായി വിടരുവാൻ ദൈവം ഈ ഭൂമിയെ അങ്ങനെ സ്വർഗമാക്കുവാൻ നമ്മളെ വിളിച്ചിരിക്കുക. മർക്കോസ് 9 സഹോദരങ്ങളെ എഴുതി വെച്ചിരിക്കുന്നു. ഒരപ്പനൊരു കൊച്ചിനെയും കൊണ്ട് ഈശ്വരനൊക്കെ ചെന്നു. എന്നിട്ട് എന്താ അപ്പൻ പറഞ്ഞ്, ഈ കൊച്ചിന് അപസ്മാര രോഗിയാണ്, നിന്റെ ശിഷ്യന്മാരെടുക്കൽ ചെന്നിട്ട് അവർക്ക് ഈ കൊച്ചിനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല, അപ്പൊ അതുകൊണ്ട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ഈ കൊച്ചിനെയും കൊണ്ട് ഈ അപ്പൻ ചെല്ലുകയാണ്. അപ്പൊ ഈശോ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. അപ്പോൾ ആ അപ്പൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസക്കുറവ് ക്ഷമിക്കണമേ. ഉടനെ തന്നെ ഈശോ ആ കൊച്ചിനെ സുഖപ്പെടുത്തി. മനസ്സിലായല്ലോ? നമ്മുടെ കുടുംബത്തില് വിശ്വാസം ഏറ്റുപറയാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളും ഒരുപക്ഷെ വിശ്വാസത്തെ വ്യതിചലിച്ചു പോയ കുട്ടികളും അവർക്കൊക്കെ വേണ്ടി ദൈവത്തിന് മുമ്പില് മക്കൾക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും കൃപയും മക്കളിലേക്ക് ഒഴുക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പുരോഹിതരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ മധ്യസ്ഥത നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥം വഹിക്കണം. അവർക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ ഹാജരാകണം. അവരുടെ വിശ്വാസക്കുറവിന് വേണ്ടി നമ്മൾ ദൈവത്തിന് മുമ്പിൽ മുട്ടുമെന്നിക്കുവാനായിട്ട് തയ്യാറാകണം. അത്തരം മുട്ടുമെന്നിൽക്കുന്ന അനുഭവങ്ങളാണ് ഇതാ നമ്മുടെ കുടുംബത്തിലെ വിശ്വാസം ഇന്നും ജ്വലിച്ചു നിൽക്കുവാനായിട്ട് ഇടയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, കാശുണ്ടാക്കുന്നു, വരും കാലത്തേക്ക് സമ്പാദിച്ചു വയ്ക്കുന്നു. ഇതൊന്നും നിങ്ങളുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാകൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, നിങ്ങൾ മുട്ടുമേ നിൽക്കുന്ന നിമിഷങ്ങൾ ഒരിക്കലും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തടസ്സമാകില്ല. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരേ ഒരു അനുഗ്രഹമേ ഉള്ളൂ. അത് മാതാപിതാക്കന്മാരെ മക്കൾക്ക് വേണ്ടി മുട്ടുമേ നിൽക്കുന്ന നിമിഷങ്ങളാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ.